ഗണിതശാസ്ത്രത്തിലെ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുകയാണ്. സന്തുഷ്ട സംഖ്യകൾ, അതാണ് വിഷയം. ഈ പ്രോജക്റ്റ് എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ഗണിതശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന ബാലശാസ്ത്ര കോൺഗ്രസിലേക്ക് ഹൈസ്കൂൾ, UP, LP വിഭാഗങ്ങളിൽ നിന്ന് പ്രോജക്റ്റുകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഗണിതശാസ്ത്ര പ്രോജക്റ്റുകൾ. അതിൽ UP വിഭാഗത്തിന്റെ സബ്ജക്റ്റാണ് സന്തുഷ്ട സംഖ്യകൾ അഥവാ ഹാപ്പി നമ്പേഴ്സ്. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏതാണ്ട് ഒരു പ്രോജക്റ്റിന്റെ രൂപത്തിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇത് മുഴുവനായും ശ്രദ്ധയോടെ കാണുക. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തേണ്ടവ തന്നെയാണ്. അതോടൊപ്പം നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി ശരിയായ രീതിയിൽ തന്നെയുള്ള ഒരു പ്രോജക്റ്റ് ബാലശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കൃത്യമായ ഒരു പ്രോജക്റ്റ് രൂപത്തിലേക്ക് തന്നെ തയ്യാറാക്കി അവതരിപ്പിക്കാം. അപ്പൊ നമുക്ക് ഈ പ്രോജക്റ്റിൽ അകത്തേക്ക് കയറാം. സന്തുഷ്ട സംഖ്യകൾ. സംഖ്യകളുടെ ലോകം അത്ഭുതങ്ങളുടെ ലോകമാണ്. എന്തെല്ലാം തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ സംഖ്യകൾ, അത്തരത്തിൽ സവിശേഷതയുള്ള സംഖ്യകളാണ് സന്തുഷ്ട സംഖ്യകൾ. എങ്ങനെയാണ് സംഖ്യകൾ സന്തുഷ്ടരാകുന്നത് നോക്കാം. 13 എന്ന സംഖ്യ, 13 നമ്മളൊരു ഉദാഹരണം എടുത്താണ്. അതിലെ അക്കങ്ങൾ ഏതൊക്കെയാ? 13 എന്ന ആ സംഖ്യയിലെ 1, 3. അതിലെ 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ, 1 സ്ക്വയർ 1, 3 സ്ക്വയർ 9, രണ്ടും കൂടെ കൂട്ടിയ എത്രയാണ്? 10. 10 എന്ന മറ്റൊരു സംഖ്യ കിട്ടി. 10ലെ അക്കങ്ങൾ ഏതൊക്കെയാണ്? 1, 0. അതിന്റെ വർഗം, ഓരോ അക്കത്തിന്റെയും വർഗം 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ സമത്രയാ 1 കിട്ടി. ഇങ്ങനെ സംഖ്യകളിലെ അക്കങ്ങളുടെ വർഗങ്ങളുടെ തുക, ആ തുകയിലെ അക്കങ്ങളുടെ വർഗങ്ങളുടെ തുക, ഇങ്ങനെ ആവർത്തിച്ച് അവസാനം 1 കിട്ടുമെങ്കിൽ ആദ്യ സംഖ്യ സന്തുഷ്ട സംഖ്യയാണ്. ഇവിടെ ഒരു ഭേദഗതിയുണ്ട്. ആദ്യ സംഖ്യ മാത്രമല്ല, അതിന്റെ ഭാഗമായി വരുന്ന എല്ലാ സംഖ്യകളും യഥാർത്ഥത്തിൽ സന്തുഷ്ട സംഖ്യകൾ തന്നെയാണ്. ഇവിടെ 13 സന്തുഷ്ട സംഖ്യാക്കൂട്ടത്തിൽ പെടുന്നു. 13 മാത്രമല്ല, അവിടെ 10 വന്നിട്ടുണ്ട്. 10ഉം യഥാർത്ഥത്തിൽ സന്തുഷ്ട സംഖ്യയാണ്. അതെങ്ങനെയാണെന്നൊക്കെ ബാക്കിയുള്ള വിശദാംശങ്ങളിൽ നിന്ന് മനസ്സിലാവും. 100 വരെയുള്ള സന്തുഷ്ട സംഖ്യകൾ. ഇപ്പൊ 13 എന്ന സന്തുഷ്ട സംഖ്യ പരിചയപ്പെട്ടല്ലോ. ആ രീതിയിൽ നമുക്ക് ഓരോ സംഖ്യ എടുത്തും അത് സന്തുഷ്ട സംഖ്യയാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ 100 വരെ, 1 മുതൽക്ക് 100 വരെയുള്ള സംഖ്യകൾ എടുത്ത് ഇതേ രീതിയിൽ പരിശോധിച്ചപ്പോൾ 20 സംഖ്യകൾ സന്തുഷ്ട സംഖ്യകളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വീഡിയോ അതിന്റെ സമയം ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ട് ഓരോ സംഖ്യയുടെയും വിശദാംശങ്ങളിലേക്ക് ഇവിടെ പോകുന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാം. ഏതായാലും ആ സന്തുഷ്ട സംഖ്യകൾ 1 മുതൽക്ക് 100 വരെയുള്ള 20 സന്തുഷ്ട സംഖ്യകൾ ഏതാണെന്ന് നോക്കാം. 1, 7, 10, 13, 19, 23, 28, 31, 32, 44, 49, 68, 70, 79, 82, 86, 91, 94, 97, 100. ഇങ്ങനെ 20 സംഖ്യകളാണ് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിലെ സന്തുഷ്ട സംഖ്യകൾ. അതായത് 1 മുതൽ 100 വരെ 80 സംഖ്യകൾ സന്തുഷ്ടരല്ല എന്ന് അർത്ഥം. എന്തുകൊണ്ടാണ് ചില സംഖ്യകൾ സന്തുഷ്ടരല്ലാത്തത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 1 മുതൽക്ക് 100 വരെ 20 സന്തുഷ്ട സംഖ്യകൾ കിട്ടി എന്ന് പറഞ്ഞാൽ 80 സന്തുഷ്ട സംഖ്യകളല്ല. അപ്പൊ ചോദ്യം വരും. എന്താ ചോദ്യം? അതെന്താ അങ്ങനെ? അതെന്താ സന്തുഷ്ടരല്ലാത്തത്? അതിന്റെ കാരണം എന്താണ് രീതി അല്ലെ? എങ്ങനെ കണ്ടുപിടിക്കാം? അങ്ങനെ കുറെ ചോദ്യങ്ങൾ വരുമല്ലോ. അതിനു മുമ്പ് ഈ 20 സന്തുഷ്ട സംഖ്യകളെ വിശകലനം ചെയ്ത് നോക്കാം.
ഒന്നാമത്തെ വിശകലനം. അതായത് നമ്മളിങ്ങനെ ഇതിനെ അടുക്കി വെക്കുക 20 സംഖ്യകൾ. എന്നാൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക. സൂക്ഷ്മമായി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ചില ആശയങ്ങളുണ്ടല്ലോ, സന്തുഷ്ട സംഖ്യകളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചില ആശയങ്ങൾ, അതാണ് പറയുന്നത്. 1, 10, 100 എന്നീ സംഖ്യകളിൽ, ഇവിടെ ഇപ്പോ 1 ഉണ്ട്, 10 ഉണ്ട്, 100 ഉണ്ട്. ഈ സംഖ്യകളിൽ 1 സ്ക്വയർ സമം 1 തന്നെയാണല്ലോ. 0 സ്ക്വയർ 0, അപ്പൊ 1 0 കൂടെ കൂട്ടിയാൽ 1 തന്നെയാണല്ലോ കിട്ടുക. അതായത് 1 സ്ക്വയർ സമം 1 തന്നെയാണല്ലോ. അതിനാൽ സ്വാഭാവികമായി തന്നെ ഈ സംഖ്യകൾ സന്തുഷ്ട സംഖ്യകളായി മാറുന്നു. ഒരു കാര്യമാണ്, കണ്ടെത്തിയ കാര്യമാണ്. അടുത്തത് മറ്റ് രണ്ടക്ക സംഖ്യകൾ പരിശോധിക്കുക. 13 സന്തുഷ്ട സംഖ്യയെങ്കിൽ 31 സന്തുഷ്ട സംഖ്യ തന്നെ. രണ്ട് സംഖ്യകളിലുള്ളത് ഒരേ അക്കങ്ങൾ തന്നെയാണല്ലോ. അത് ക്ലിയർ ആണല്ലോ. ഇപ്പൊ 13 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. നേരെ തിരിച്ച് 31 ആണെങ്കിലോ 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. എല്ലാം കണക്ക് തന്നെ, കിട്ടുന്നതൊക്കെ ഒരേ ഉത്തരമാണ്. അപ്പോ 13 31 ഒരു ജോഡിയായിട്ട് നമുക്ക് എടുക്കാം. നമ്മുടെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ നിന്ന് കിട്ടിയ കാര്യമാണ്. അതുപോലുള്ള മറ്റ് ജോഡികൾ നോക്കാം. 19 91, 23 32, 49 94, 68 86, 7 70, 79 97, 82 28. ഇതിലെല്ലാം വരുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരേ അക്കങ്ങൾ തന്നെയാണ് ഓരോ ജോഡിയിലും ഉള്ളത്. അല്ലാത്ത ഒരു സംഖ്യ ഉണ്ട് 44, അല്ലെ? അത് രണ്ടും ഒരേ സംഖ്യ തന്നെയാണ്. 4 4 44. ഓക്കെ. അസന്തുഷ്ട സംഖ്യകളോ? അപ്പൊ നേരത്തെ ചോദിച്ചിട്ടുണ്ട് അല്ലെ, 80 സംഖ്യകൾ എന്തല്ല? സന്തുഷ്ട സംഖ്യകളല്ല, അവർ അസന്തുഷ്ടരാണ്. അതെന്താണ്, എങ്ങനെയാണ് നോക്കാം. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ 20 എണ്ണം മാത്രമാണ് സന്തുഷ്ട സംഖ്യകൾ എന്ന് കണ്ടെത്തിയല്ലോ. അതിനർത്ഥം മറ്റുള്ള 80 സംഖ്യകൾ ഈ കൂട്ടത്തിൽ പെടില്ല, അല്ലെങ്കിൽ സന്തുഷ്ടരല്ല എന്നാണല്ലോ. എന്തുകൊണ്ടാണ് ഈ സംഖ്യകൾ സന്തുഷ്ടരല്ലാത്തത്? ഈ കൂട്ടത്തിലെ ആദ്യ സംഖ്യ ഏതാണ്? സന്തുഷ്ടരല്ലാത്ത സംഖ്യകൾ. സന്തുഷ്ടരായ സംഖ്യകൾ പരിശോധിക്കുക, 1 ആണല്ലേ. അത് കഴിഞ്ഞാൽ വരുന്നതാ 2 സന്തുഷ്ട സംഖ്യയല്ല. അപ്പൊ ആദ്യത്തെ അസന്തുഷ്ട സംഖ്യ എണ്ണ സംഖ്യകൾ 2 ആണ്. ഈ സംഖ്യ സന്തുഷ്ടനാകാത്തതിന്റെ കാരണം ഒന്ന് പരിശോധിച്ച് നോക്കാം. 2 സ്ക്വയർ 4 ആണ്, 4 സ്ക്വയർ 16 ആണ്. 16 അക്കങ്ങൾ 1ഉം 6ഉം ആണ്. അതിന്റെ സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ എത്രയാണ്? 1 36 37 കിട്ടും. 37 അക്കങ്ങൾ 3ഉം 7ഉം. അതിന്റെ സ്ക്വയർ 9ഉം 49 58 കിട്ടി. ഇനി 58 അക്കങ്ങൾ ഏതൊക്കെയാ? 5 സ്ക്വയർ 8 സ്ക്വയർ അല്ലേ? 58 അത് എത്ര വരും? 25 64 89. 89 8 സ്ക്വയറും 9 സ്ക്വയറും. 8 സ്ക്വയർ 64, 9 സ്ക്വയർ 81 കൂട്ടിയാൽ 145. അതിലെ അക്കങ്ങൾ 1 4 5. അതിന്റെ സ്ക്വയർ 1 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയറുകളും കൂടെ കൂട്ടിയാൽ 42 കിട്ടും. 42 അക്കങ്ങൾ 4 സ്ക്വയർ 2 സ്ക്വയർ എത്ര വരും? 16 4 20 കിട്ടും. 20 വീണ്ടും എന്ത് വന്നു? 2 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ, അതായത് 4 കിട്ടി. നമ്മൾ തുടങ്ങിയ എവിടുന്ന? 4. ഇവിടെ എവിടെ അവസാനിച്ചു? 4. വീണ്ടും എന്താ ചെയ്യാൻ പോകുന്നത്? 4ൽ നിന്ന് വീണ്ടും 16 അങ്ങനെ വന്ന് അതേ സംഗതി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ? ഇങ്ങനെ 2ന്റെ വർഗം 4ൽ നിന്ന് തുടങ്ങി 20ന്റെ 2 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ 4ൽ തന്നെ എത്തിയിരിക്കുന്നു. അവസാനം ഇല്ലാതെ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 1ൽ എത്തില്ല എന്ന് അർത്ഥം. 1ൽ എത്തിയാൽ മാത്രമേ അതുണ്ടാവൂ, അത് സന്തുഷ്ട സംഖ്യയാവൂ. പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്ക് 4ൽ നിന്ന് തുടങ്ങി 4ലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 2 മാത്രമല്ല, ഈ പ്രക്രിയയിലൂടെ 4 16 37 58 89 145 42 20 അല്ലെ? ഇങ്ങനൊക്കെ നമുക്ക് കിട്ടിയില്ലേ? ഇവിടെ 4 കിട്ടി, 16 കിട്ടി, 37 കിട്ടി, 58 കിട്ടി, 89 കിട്ടി, 145 കിട്ടി, 42 ഇങ്ങനെ സംഖ്യകൾ കിട്ടിയല്ലോ. ഈ സംഖ്യകളൊക്കെ അതിന്റെ അർത്ഥം എന്താണ്?
വീണ്ടും 4ലേക്ക് പോയി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതും ഈ സംഖ്യകളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഇതും എന്തല്ല, നമുക്ക് ഇതിന്റെ ഭാഗമായി കിട്ടിയ ഈ സംഖ്യകളും സന്തുഷ്ട സംഖ്യകളല്ല. എന്നീ സംഖ്യകൾ കൂടി സന്തുഷ്ട സംഖ്യകളുടെ കൂട്ടത്തിൽ പെടില്ല എന്ന് വ്യക്തമായി. അടുത്തത് 2 കഴിഞ്ഞ അടുത്തതാ 3ആണല്ലോ. സന്തുഷ്ടരല്ലാത്ത സംഖ്യകളിൽ അടുത്തത് 3. 3 സ്ക്വയർ 9, 9 സ്ക്വയർ 81, 8 1 8 സ്ക്വയർ 1 സ്ക്വയർ 65, 65 6 സ്ക്വയറും 5 സ്ക്വയറും 61 കിട്ടും. 61 6 3 അതിന്റെ സ്ക്വയർ നമ്മൾ കൂട്ടിയാൽ 37 കിട്ടും. 37 ഓർമ്മയുണ്ടല്ലോ, നേരത്തെ കിട്ടിയിട്ടുണ്ട്. അത് ഇതാ 3 സ്ക്വയർ 58. 58 നമ്മൾ 2ലും 58 കിട്ടിയിട്ടുണ്ട്, ഇവിടെ 58 കിട്ടി. പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, പിന്നെ അതിങ്ങനെ വീണ്ടും 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 അതേ സംഗതികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി മുന്നോട്ട് പോകേണ്ടതില്ല, കാരണം 2നെ വിശകലനം ചെയ്തപ്പോൾ തന്നെ 16, 37, 58 എന്നീ സംഖ്യകൾ സന്തുഷ്ട സംഖ്യകളല്ല എന്ന് വ്യക്തമായതാണല്ലോ. അതിനാൽ 3ഉം സന്തുഷ്ട സംഖ്യയല്ല എന്ന് വ്യക്തമാണ്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് 2ൽ 16, 37, 58 എന്നീ സംഖ്യകൾ രൂപപ്പെടുമ്പോൾ 3ൽ എന്തായി മാറുന്നു? 61, 37, 58. ഇവിടെ 16, 37, 58. 16 ഇവിടെ എന്തായി? 61 വന്നു. അങ്ങനെ 61 വന്നപ്പോ അടുത്ത സംഖ്യ 37. 16 ആകുമ്പോഴും അടുത്ത സംഖ്യ 37, 61 ആകുമ്പോഴും സംഖ്യ 37. എന്താ കാരണം? രണ്ടും ഒരേ അക്കങ്ങൾ തന്നെയാണല്ലോ, 1 6 എന്നായി മാറുന്നു. അതായത് 16ഉം 61ഉം ഒരേ സംഖ്യയിലേക്ക് മാറുന്നു. കാരണം 16, 61 എന്നീ 2 സംഖ്യകളിലുള്ളത് ഒരേ അക്കങ്ങൾ തന്നെ. 1 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ സമമാണ് 6 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ സമം 37. 2 എന്ന സംഖ്യ പരിശോധിച്ചപ്പോൾ 4ഉം സന്തുഷ്ട സംഖ്യയല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഓരോ സംഖ്യയും എടുത്ത് പരിശോധിച്ചാൽ ആദ്യം സൂചിപ്പിച്ച 20 സംഖ്യകൾ ഒഴിച്ചിട്ടുള്ള മറ്റ് 80 സംഖ്യകളും അസന്തുഷ്ട സംഖ്യകളാണെന്ന് ബോധ്യപ്പെടും. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ 20 എണ്ണം സന്തുഷ്ടരാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മറ്റ് സംഖ്യകൾ സന്തുഷ്ടരല്ല എന്നും ബോധ്യപ്പെട്ടു. ഓക്കെ, അതെങ്ങനെയാണ്? അതിന്റെ 2 ഉദാഹരണമാണ് 2ഉം 3ഉം എടുത്ത് ഇവിടെ ചേർത്തത്. 58ഉം 85ഉം അസന്തുഷ്ട സംഖ്യകളും. അതെന്താണ് തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിച്ചത് നോക്കാം. 2 എന്ന അസന്തുഷ്ട സംഖ്യ പരിശോധിച്ചതിൽ ഒരു സംഖ്യ 58 ലഭിച്ചത് ശ്രദ്ധിച്ചുവല്ലോ. ഇനി മറ്റു ചില അസന്തുഷ്ട സംഖ്യകൾ പരിശോധിക്കാം. ഓക്കെ, 5 4 നമ്മൾ നേരത്തെ ചെയ്തതാണ്. 2 ചെയ്തപ്പോൾ നമുക്ക് 4 അസന്തുഷ്ട സംഖ്യയാണെന്ന് മനസ്സിലായതാണ്. അതുകൊണ്ട് 4ലേക്ക് പോകുന്നില്ല. 5 സ്ക്വയർ 25, 2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ 29, 2 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ 85 കിട്ടി. ഇവിടെ 85, ഇവിടെ നമ്മൾ തലക്കെട്ട് തന്നെ ഉണ്ട്. ഇവിടെ 85, അപ്പൊ അവിടെ ഒരു 85 കിട്ടിയിട്ടുണ്ട്. 6 സ്ക്വയർ സമം 36, 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ 45, 4 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ 41, 4 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 17, 1 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ 50. 50 5 സ്ക്വയർ ആണ് 25. 25 29 വരും അല്ലേ? 2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ 4 പ്ലസ് 25 29. ആ 29 എങ്ങോട്ടേക്ക് പോയി? 85ലേക്ക് പോയി. ഇവിടെ 29 85ലേക്ക് വന്നല്ലോ. അതുപോലെ ഇവിടെയും 29 85ലേക്ക് വരും, സംശയം വേണ്ട. 81 പ്ലസ് 4. ഇനി 7 സന്തുഷ്ട സംഖ്യയാണ്. 8 സ്ക്വയർ 64 ആണ്. 64 ആവുമ്പോൾ 6 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 42, 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 20. 20 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ, അത് 4ലേക്ക് പോകും, 16ലേക്ക് പോകും, 37ലേക്ക് പോകും, 58ലേക്ക് വരും. ഇവിടെ 85, ഇവിടെ 55, ഇവിടെ 58ലേക്ക് വന്നു. പിന്നീട് 9 സ്ക്വയർ 81, 8 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 65, 6 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ 61, 6 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 37, 37 നിന്ന് 58ലേക്ക് വന്നു. ഇവിടെയും അതേ 10 സന്തുഷ്ട സംഖ്യയാണ്. 11
1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2, 2ൽ നിന്ന് 4ലേക്ക് വന്നു, 16ലേക്ക് വന്നു, 37ലേക്ക് വന്നു, 58ലേക്ക് വന്നു. അവിടെ 58 വന്നു. ഇവിടെ 12, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ 5, അത് 25ലേക്ക് വന്നു, 29ലേക്ക് വന്നു, 85ലേക്ക് വന്നു. ഇങ്ങനെ ഓരോ സംഖ്യ എടുക്കുമ്പോൾ, അസന്തുഷ്ടരായ സംഖ്യ എടുക്കുമ്പോൾ നമുക്ക് അവസാനം എവിടെ എത്തിപ്പെടുന്നുണ്ട്? ഒന്നുകിൽ 58ലേക്ക് എത്തിപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ 85ലേക്ക് എത്തിപ്പെടുന്നുണ്ട്. രണ്ടിലെയും അക്കങ്ങൾ എന്താണ്? 5, 8. 58 ആണെങ്കിലും 5, 8, 85 ആണെങ്കിലും 5, 8. ഓക്കെ. ഇങ്ങനെ ഏത് അസന്തുഷ്ട സംഖ്യ എടുത്ത് പരിശോധിച്ചാലും 58 അല്ലെങ്കിൽ 85 എന്നീ സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നിൽ കൂടി കടന്നു പോകുന്നതായി കാണാം. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എത്തിയ നിഗമനമാണ്. ഒരു പ്രവർത്തനം ചെയ്തപ്പോൾ കിട്ടിയ നമ്മുടേതായ ഒരു അറിവാണത്. സന്തുഷ്ട സംഖ്യയാണോ? ഏതെങ്കിലും ഒരു സംഖ്യ സന്തുഷ്ടമാണോ അല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഉദാഹരണത്തിന് 4,68,732 എന്ന ആറക്ക സംഖ്യ. ഇപ്പൊ നമ്മൾ ഇതുവരെ 1 മുതൽക്ക് 100 വരെയുള്ള സംഖ്യകളൊക്കെയാണ് സന്തുഷ്ടമാണോ അല്ലയോ എന്നൊക്കെ നോക്കിയത്. ഇനി വലിയ സംഖ്യ എടുക്കുന്ന ഒരുപാട് അക്കങ്ങളുള്ള, ഇവിടെ ഇപ്പൊ അത്ര വലിയ സംഖ്യയല്ല, 4,68,732 ആറക്കം മാത്രമുള്ള ഒരു സംഖ്യ. എന്നാലും അത് സാമാന്യം കുറച്ച് വലുപ്പമുണ്ടല്ലോ. ഇത് സന്തുഷ്ടമാണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കാം. സംഖ്യകൾ സന്തുഷ്ടരാണോ എന്നറിയാൻ ആ സംഖ്യയുടെ അക്കങ്ങളുടെ വർഗങ്ങളുടെ തുക കണ്ട് അതിന്റെ തുക അങ്ങനെ കണ്ട് 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 അവസാനം എവിടെ ഒന്നിലെത്തിച്ചേരണം. അതാണല്ലോ നമ്മളിപ്പം മനസ്സിലാക്കിയത്. അങ്ങനെ ഈ വലിയ സംഖ്യ ഉണ്ടല്ലോ, ആ സംഖ്യയിലെ അക്കങ്ങളുടെ വർഗങ്ങളുടെ തുകയും അങ്ങനെ കിട്ടിയ തുകയുടെ അക്കങ്ങളുടെ വർഗങ്ങളുടെ തുകയൊക്കെ ഇങ്ങനെ കണ്ട് 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 അവസാനം ഒന്ന് തന്നെ എത്തിച്ചേരണമെന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കുന്നത്. ആ സംഖ്യയിലെ അക്കങ്ങളുടെ വർഗങ്ങളുടെ തുക, ആ തുകയിലെ അക്കങ്ങളുടെ വർഗങ്ങളുടെ തുക ഇങ്ങനെ ആവർത്തിച്ച് ഒന്നിൽ എത്തിച്ചേരണോ നോക്കാം. 4,68,732 അക്കങ്ങൾ 4, 6, 8, 7, 3, 2. 4 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ സമം എത്ര കിട്ടും? ഇതെല്ലാം കൂടെ വർഗം കണ്ട് കൂട്ടിയാൽ 178. അതിലെ അക്കങ്ങൾ ഏതൊക്കെയാണ്? 1, 7, 8. 1 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ കൂട്ടിയാൽ 114. അതിലെ അക്കങ്ങള് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എത്ര കിട്ടി? 18 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു രണ്ടക്ക സംഖ്യ കിട്ടിയിട്ടുണ്ട്, 18. 18 ഒരു സന്തുഷ്ട സംഖ്യയാണോ എന്ന് അറിയാൻ നമ്മളെ കയ്യില് ഒരു പട്ടിക തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ. 20 എണ്ണം രണ്ടക്ക സംഖ്യകളുണ്ട്. 3 അക്ക സംഖ്യ ഉള്ളത് 100 പിന്നെ ഒരക്ക സംഖ്യ ഉണ്ട്. പക്ഷെ തൽക്കാലം നമുക്ക് 2 അക്ക സംഖ്യ അതിനകത്തുണ്ടല്ലോ, കുറെ സംഖ്യകൾ അല്ലേ. അതിൽ 18 പെടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. 18 പെടുന്നുണ്ടെങ്കിൽ എന്താണ്? ഈ 4,68,732 ഒരു സന്തുഷ്ട സംഖ്യയാണ്. പെടുന്നില്ലെങ്കിൽ 18 എന്ന രണ്ടക്ക സംഖ്യയിലെത്തി 1 മുതൽ 100 വരെയുള്ള സന്തുഷ്ട സംഖ്യകൾ പരിശോധിച്ചാൽ 18 അതിൽ പെടില്ല എന്ന് വ്യക്തമാണല്ലോ. അതായത് 4,68,732 സന്തുഷ്ട സംഖ്യയല്ല എന്ന് അർത്ഥം. അപ്പൊ നമ്മള് കഷ്ടപ്പെട്ട് 1 വരെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണ്ട. ആ 20 സംഖ്യകളും എടുത്തു നോക്കിയാൽ മതി. ഓക്കെ. അടുത്തത് സന്തുഷ്ട സംഖ്യാ ശ്രേണികൾ. 1, 10, 100, 1000, 10,000 എന്നിങ്ങനെ പോകുമല്ലോ എന്ന സംഖ്യാ ശ്രേണി സന്തുഷ്ട സംഖ്യാ ശ്രേണിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. നമുക്ക് 1, 10, 100 കിട്ടിയിട്ടുണ്ട് അല്ലെ. എന്താ അതിന്റെ പ്രത്യേകത? അതിനകത്ത് കാര്യമായിട്ട് അക്കം 1 മാത്രമേ ഉള്ളൂ. പിന്നെ പൂജ്യ സ്ക്വയർ എപ്പോഴും പൂജ്യമായിരിക്കുമല്ലോ കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പം 1 മാത്രം എടുത്ത് അതിൽ എത്ര പൂജ്യം ഇട്ടാലും അതെന്താണ്? അത് സന്തുഷ്ട സംഖ്യയാണ്. അപ്പൊ അത് നമുക്കൊരു ശ്രേണിയായി തന്നെ എഴുതാം. അതാണ് 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി. ഇതൊക്കെ എന്താണ്?
എത്ര വലിയ സംഖ്യയാണെങ്കിലും അത് സന്തുഷ്ട സംഖ്യയാണ്. എന്ന സംഖ്യാശ്രേണി സന്തുഷ്ട സംഖ്യാശ്രേണിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. 0 ഉം 1 മാത്രമാണ് ഇതിലെ അക്കങ്ങൾ. ഒരക്കമുള്ള ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ, 2 അക്കമുള്ള ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ, 3 അക്കമുള്ള ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്നിങ്ങനെ അക്കങ്ങളുടെ എണ്ണം വെച്ച് അതിലെ ഏറ്റവും ചെറിയ സംഖ്യകളുടെ ശ്രേണി കൂടി ആണല്ലോ ഇത്. അത് നോട്ട് ദ പോയിന്റ്. ഈ സംഖ്യകൾ മുഴുവൻ എടുത്തു കഴിഞ്ഞാല് ഇപ്പം 4 അക്കമുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് പറയും? 1000 പറയും. ആ 1000 എന്താണ് യഥാർത്ഥത്തില്? അത് 4 അക്കമുള്ള ഏറ്റവും ചെറിയ സന്തുഷ്ട സംഖ്യ കൂടിയാണ്. ഒരേ സമയം 2 പ്രത്യേകത വന്നു. അതേ അവസരത്തിൽ സന്തുഷ്ട സംഖ്യകളുടെ കാര്യത്തിലും ഇതേ പ്രത്യേകത ബാധകമാണ്. അതായത് 4 അക്കമുള്ള ഏറ്റവും ചെറിയ സന്തുഷ്ട സംഖ്യ ഏതെന്ന ചോദ്യത്തിന് ഉത്തരം 1000 എന്നാണല്ലോ. ഇതേപോലെ സന്തുഷ്ട സംഖ്യകളുടെ എത്രയോ ശ്രേണികൾ ഉണ്ടാക്കാൻ കഴിയും. ചെറിയ ഉദാഹരണമാണ് 13, 31, 103, 301, 1030, 3010 എന്നിങ്ങനെ. ഇതെല്ലാം വരുന്നത് 1, 3, 1, 3 എന്ന അക്കങ്ങളാണ്. 0ന്റെ വർഗത്തിന്റെ വിലയില്ലല്ലോ. അപ്പൊ നമ്മൾ 1, 3 മാത്രം എടുത്താണ് നോക്കുക. ഇങ്ങനെ എത്ര ആ 20 സംഖ്യകളിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് ശ്രേണികൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ചില പ്രശ്നങ്ങൾ. 68 ഒരു സന്തുഷ്ട സംഖ്യയാണ്. 79 ഒരു സന്തുഷ്ട സംഖ്യയാണ്. എന്നാൽ ഇവയുടെ തുകയായ 147 ഒരു സന്തുഷ്ട സംഖ്യ അല്ലെന്ന് തെളിയിക്കുക. അതൊന്നുമില്ല. 147 ആകുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ കൂട്ടി 66. 1 മുതൽക്ക് 100 വരെയുള്ള സംഖ്യ പരിശോധിച്ചാൽ 66 ഒരു സന്തുഷ്ട സംഖ്യ അല്ലല്ലോ. അതിനാൽ 147 സന്തുഷ്ട സംഖ്യ അല്ല. 7ഉം 33 സന്തുഷ്ട സംഖ്യകളാണ്. ഇവയുടെ ഗുണനഫലമായ 161 ഇവിടെ ചോദ്യം ചെയ്തിട്ടുണ്ട് അല്ലെ. അതിനർത്ഥം ഈ 161 സന്തുഷ്ട സംഖ്യയാണോ? അതായത് 2 സന്തുഷ്ട സംഖ്യകൾ, അവയുടെ ഗുണനഫലമോ അത് സന്തുഷ്ട സംഖ്യ ആകുമോ? അതാണ് ഒരു ചോദ്യം, ഒരു പ്രശ്നം. അടുത്തത് 13 ഒരു സന്തുഷ്ട സംഖ്യയാണ്. 13ന്റെ വർഗമായ 169 അതൊരു സന്തുഷ്ട സംഖ്യയാണോ? മുകളിൽ സൂചിപ്പിച്ച പ്രശ്നങ്ങളിൽ നിന്ന് എത്താവുന്ന നിഗമനം എന്താണ്? ഏതെങ്കിലും 2 സംഖ്യകൾ സന്തുഷ്ട സംഖ്യകളാണെങ്കിലും അവ തമ്മിലുള്ള സങ്കലന ഫലമോ ഗുണനഫലമോ വർഗമോ ഒന്നും സന്തുഷ്ട സംഖ്യ ആകണമെന്നില്ല. ആകാവുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. ഉദാഹരണത്തിന് 7ഉം 13ഉം സന്തുഷ്ട സംഖ്യകളാണ്. അവയുടെ ഗുണനഫലമായ 91 സന്തുഷ്ട സംഖ്യ തന്നെ. അതാ പട്ടിക നോക്കിയാൽ മതിയല്ലോ. അതിൽ 7 ഉണ്ട് സന്തുഷ്ട സംഖ്യകൾ, 13 ഉണ്ട്, 91 ഉണ്ട്. 7 13 ഗുണിച്ചാല് 91. അപ്പൊ സന്തുഷ്ട സംഖ്യ ആയതുകൊണ്ട് ഗുണനഫലം സന്തുഷ്ട സംഖ്യ ആകണമെന്നില്ല, ആകുകയും ചെയ്യാം. 13 പ്ലസ് 19 2 സന്തുഷ്ട സംഖ്യകൾ കൂട്ടിയപ്പോൾ 32 കിട്ടി. ഇതും സന്തുഷ്ട സംഖ്യകളാണ്. 3 സന്തുഷ്ട സംഖ്യകളാണ്. സങ്കലനക്രിയ കിട്ടും. കിട്ടാത്ത അവസരമുണ്ട്, കിട്ടുന്ന അവസരമുണ്ട്. 7 സ്ക്വയർ 49. 7 സന്തുഷ്ട സംഖ്യയാണ്, അതിന്റെ വർഗം 49. പക്ഷെ 13 സന്തുഷ്ട സംഖ്യയാണ്, അതിന്റെ വർഗം 169 സന്തുഷ്ട സംഖ്യ അല്ല. മറിച്ച് 2 അസന്തുഷ്ട സംഖ്യകളുടെ സങ്കലനഫലവും ഗുണനഫലവും സന്തുഷ്ട സംഖ്യകളാകുന്ന സന്ദർഭങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് 5 എന്തല്ല സന്തുഷ്ട സംഖ്യയല്ല, 8ഉം സന്തുഷ്ട സംഖ്യയല്ല. പക്ഷേ ഇവയുടെ തുക 13 സന്തുഷ്ട സംഖ്യയാണ്. അതുപോലെ 2 സന്തുഷ്ട സംഖ്യയല്ല, 47 അല്ല. പക്ഷേ ഗുണനഫലം 94 സന്തുഷ്ട സംഖ്യയാണ്. 38 അത് ഒരു സന്തുഷ്ട സംഖ്യയല്ല. പക്ഷെ 38 സ്ക്വയർ എത്രയാണ്? 1444 ഒരു സന്തുഷ്ട സംഖ്യ ആണ്. അപ്പം ഒരു സംഖ്യ 13 എന്നത് കൊണ്ട് സന്തുഷ്ട സംഖ്യ ആയതുകൊണ്ട് അതിന്റെ വർഗം സന്തുഷ്ട സംഖ്യ ആകണമെന്നില്ല. പക്ഷെ ഏതെങ്കിലും ഒരു അസന്തുഷ്ട സംഖ്യയുടെ വർഗം സന്തുഷ്ട സംഖ്യ ആകുകയും ചെയ്യാം. അങ്ങനെ അസന്തുഷ്ട സംഖ്യ തന്നെ ആകണം എന്നൊന്നുമില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 1 മുതൽക്ക് 38 വരെയുള്ള അസന്തുഷ്ട സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിലെ 38 എന്ന സംഖ്യ മാത്രമാണ്
അതിന് ഇടയിലുള്ള താഴെ വരുന്നതൊന്നും ഈ പ്രത്യേകതയില്ല. ഇതൊരു അസന്തുഷ്ട സംഖ്യയാണെങ്കിലും പക്ഷെ വർഗം സന്തുഷ്ട സംഖ്യയാണ്. ഈ 3 ക്രിയകളിൽ ഫലമെല്ലാം സന്തുഷ്ട സംഖ്യകളും എന്നാൽ ക്രിയകളിൽ പെടുന്ന സംഖ്യകൾ അസന്തുഷ്ട സംഖ്യകളാണ് അല്ലെങ്കിൽ സന്തുഷ്ട സംഖ്യകളല്ലെന്നും കാണാം. ഓക്കെ, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഒരു ചെറിയ രീതിയിലാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കുറെ കൂടി മനോഹരമായി നല്ല ലേ ഔട്ടോട് കൂടി തന്നെ തയ്യാറാക്കി ബാലശാസ്ത്ര കോൺഗ്രസിന് ഈ ഒക്ടോബർ 31 മുമ്പ് അയച്ചു കൊടുക്കണം. എന്നാൽ ഡിസംബറിൽ നടക്കുന്ന കോട്ടയത്ത് വെച്ച് നടക്കുന്ന ബാലശാസ്ത്ര കോൺഗ്രസിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടണം. ഓക്കെ.